ഹരിയാനയിൽ കോൺഗ്രസിലേക്ക് മറ്റു പാർട്ടികളിൽ നിന്നും പ്രവർത്തകരും നേതാക്കളും ഒഴുകിയെത്തുമ്പോൾ ഹരിയാന സംസ്ഥാനം കോൺഗ്രസിന് അല്പം തലക്കനം കൂട്ടിയോ എന്നുള്ള കാര്യത്തിൽ ചെറിയ സംശയമുണ്ട്. കുറെ ദിവസങ്ങളായി നിരവധി പ്രമുഖ നേതാക്കളൊക്കെയാണ് കോൺഗ്രസിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം മുൻ MLA-യും പ്രവർത്തകരും കോൺഗ്രസിൽ അംഗത്വം എടുത്തിട്ടുണ്ട്. 2019 ബർവാല നിയമസഭാ മണ്ഡലത്തിലെ JJP MLA ആയ മാസ്റ്റർ ജോഗിറാമാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. 3900 വോട്ടുകൾക്കാണ് അദ്ദേഹം BJP സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത്. BJP-യോടൊപ്പമുള്ള സഖ്യമാണ് JJP-ക്ക് വിനയായത്. കർഷകർക്ക് വേണ്ടിയുള്ള പാർട്ടി കൂടിയായ JJP പക്ഷേ BJP-ക്കൊപ്പം കൂടിയപ്പോൾ കർഷകർ JJP-യെ ഉപേക്ഷിക്കുകയാണ്. അവരൊക്കെ ഇപ്പോൾ കടന്നു വരുന്നത് കോൺഗ്രസിലേക്കാണ്. എന്നാൽ ഇങ്ങനെയുള്ള നേതാക്കളുടെ ഒഴുക്ക് വന്നതോടെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ചില പ്രസ്താവനകൾ വരുന്നത്. അതായത് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി അടക്കമുള്ള ആരുമായും സഖ്യത്തിനില്ല എന്നതാണ് കോൺഗ്രസ് പറയുന്നത്. ഹരിയാനയിൽ തങ്ങൾക്ക് ഒറ്റയ്ക്ക് ജയിക്കാൻ ശേഷിയുണ്ടെന്ന് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഭൂപീന്ദർ സിംഗ് ഹൂഡ പറയുകയാണ്. ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ആം ആദ്മി സഖ്യം കോൺഗ്രസിന് ഒപ്പമുണ്ട്. എന്നാൽ സംസ്ഥാന തലത്തിൽ ആരുമായും ചർച്ചയൊന്നും നടത്തിയിട്ടില്ലെന്നും ഹൂഡ പറയുന്നുണ്ട്. മുതിർന്ന നേതാക്കൾ ഇത്തരത്തിൽ തീരുമാനമെടുത്തതിന്റെ ഫലമാണ് മധ്യപ്രദേശിൽ ഇന്ന് നമ്മൾ കാണുന്നത് എന്നത് ഈ നേതാക്കൾ ഓർമ്മിക്കേണ്ടതാണ്. അവിടെ സമാജ്വാദി പാർട്ടിയുമായും ആം ആദ്മി പാർട്ടിയുമായും മറ്റു പാർട്ടികളുമായും സഖ്യമില്ല, ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള ശേഷി കോൺഗ്രസിന് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കമൽനാഥ് മുന്നോട്ട് പോയത്. അതിന് ഹൈക്കമാൻഡ് പച്ചക്കൊടിയും കാട്ടിയിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്ത് എന്ന് ആലോചിച്ച് നോക്കിയാൽ മാത്രം മതി ആ തീരുമാനം തെറ്റിയെന്ന് മനസ്സിലാക്കാൻ. ഇന്നത്തെ സാഹചര്യത്തിൽ ഹരിയാനയിൽ നിന്നും BJP-യെ താഴെ ഇറക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ വേണ്ടുള്ളൂ. സഖ്യത്തിലല്ല മത്സരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും വോട്ടുകൾ BJP-ക്കെതിരായ വോട്ടുകൾ ഭിന്നിക്കും. അത് BJP-ക്ക് കൂടുതൽ നേട്ടമുണ്ടാക്കാനാണ് വഴിയൊരുക്കുകയുള്ളൂ. ഹരിയാനയിൽ ഇപ്പോൾ BJP ഒറ്റപ്പെട്ട അവസ്ഥയിലാണുള്ളത്. സഖ്യത്തിൽ മത്സരിച്ചാൽ 100% BJP താഴെ വീഴും. സർവേകളിലടക്കം BJP-യുടെ പതനം പറയുന്നുമുണ്ട്. എന്നാൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ വരുമ്പോൾ അത് സഖ്യസാധ്യതകൾ ഇല്ലാതാക്കുകയാണ്. മഹാരാഷ്ട്ര, ഹരിയാന, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഈ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജമ്മു കാശ്മീരിലും ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചേക്കുമെന്നതാണ് സൂചന.